ഹലോ അസിംപ്റ്റോട്ട്സ് കാണുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ്. ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് കാണാൻ നമ്മൾ ചെയ്യേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കാണാം. ആൻഡ് സപ്പോസ് ദിസ് ലിമിറ്റ് ഇസ് ഇക്വൽ ടു ബി, ദെൻ വൈ ഇസ് ഇക്വൽ ടു ബി ഇസ് എ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടാണ്. ശരിയല്ലേ? നമുക്കിവിടെ ലിമിറ്റ് കാണാം. നൗ ലിമിറ്റ് x tends to infinity f of x. ആരാ f of x? x plus 3 divided by x plus 2 ആണ്. ശരിയല്ലേ? ഈ ലിമിറ്റ് കാണാൻ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചാണ് എക്സിൻ്റെ ഹയസ്റ്റ് പവറിനെ പുറത്തെടുക്കുക. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, എക്സിനെ പുറത്തെടുത്താൽ ബാക്കി വരും അവിടെ 1 പ്ലസ് 3 ബൈ എക്സ്. താഴെ നിന്ന് എക്സിനെ പുറത്തെടുത്താൽ അവിടെ ബാക്കി ഉണ്ടാവുക എക്സ് ഇൻറ്റു 1 പ്ലസ് 2 ബൈ എക്സും ആണ്. എക്സ് ക്യാൻസൽ ചെയ്യും. ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ എക്സ് ടെൻസ് ടു 0. ഇവിടെയും 1 ബൈ എക്സ് ടെൻസ് ടു 0. ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുന്നത്? ദിസ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞ ലിമിറ്റിൻ്റെ കേസിൽ ബി എടുത്തില്ലേ, ആ ബി ആയിട്ട് ഇവിടെ വരുന്ന ആരാണ്? 1 ആണ്. സോ വൈ ഈസ് ഈക്വൽ ടു 1. വൈ ഈസ് ഈക്വൽ ടു 1 ഈസ് എ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട. ഇത്ര വർക്കേ ഉള്ളൂ. ഇനി അടുത്ത എന്താണ്? വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് കാണാനുള്ള. വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് കാണാൻ നമുക്ക് എന്തായിരുന്നു ലിമിറ്റ് കണ്ടീഷൻ? എന്തായിരുന്നു? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ഇൻഫിനിറ്റി ആണെങ്കിൽ, ഇൻഫിനിറ്റി കിട്ടണം, ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എ ഈസ് എ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് ഓവറായി പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ഇൻഫിനിറ്റി കിട്ടണം. അപ്പോൾ ഈ എ എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഡിനോമിനേറ്റർ 0 എന്ന പോയിന്റ് എടുത്താൽ മതി, അതായിരിക്കും എ വരിക. അപ്പോൾ ഡിനോമിനേറ്റർ 0 എന്ന പോയിന്റ് ഇവിടെ ഏതാണ്? -2 ആണ്. നൗ ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 എക്സ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2. ക്ലിയർ? ആസ് എക്സ് ടെൻസ് ടു -2 ഡിനോമിനേറ്റർ ബിക്കംസ് 0 അല്ലേ? സോ ദിസ് ക്വാണ്ടിറ്റി ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. ദിസ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. കണ്ടോ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ഇൻഫിനിറ്റി ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു -2. സോ എക്സ് ഇസ് ഈക്വൽ ടു -2 ഈസ് എ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട. ഈ ഡിനോമിനേറ്റർ 0 എന്ന പോയിന്റ് നിങ്ങൾ ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മതി. അടുത്ത വെച്ച് നോക്കാം. ഫൈൻഡ് ദ അസിംപ്റ്റോട്ട്സ് ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കണം. ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ലിമിറ്റ് കാണാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി കാണാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി -8 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ -4. ഇനി ശ്രദ്ധിച്ചേ, ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, എക്സ് ഇൻഫിനിറ്റി ടെൻഡ് ചെയ്യുമ്പോൾ ഈ ഡിനോമിനേറ്റർ ലാർജ് ആവും അല്ലേ? ഡിനോമിനേറ്റർ ലാർജ് ആകുമ്പോൾ ദിസ് ടോട്ടൽ ക്വാണ്ടിറ്റി ടെൻസ് ടു 0 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 0. ക്ലിയർ? സോ y is equal to 0. y is equal to 0 is a horizontal asymptote. ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട. ഇനി എന്ത് വേണം? വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് കാണാം. വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്റർ 0 എന്ന പോയിന്റ്സ് എടുക്കുക, അവിടെ ലിമിറ്റ് കാണാം. ഈക്വൽ ടു ഇൻഫിനിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അത് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആയിരിക്കും. ഡിനോമിനേറ്റർ എവിടേക്കാണ് 0 ആവുക? ഇത് നമുക്ക് അങ്ങനെ എഴുതാം, x-2 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് എഴുതാം. ഇപ്പോൾ ഡിനോമിനേറ്റർ 0 എന്ന് 2 പോയിന്റ്സ് ഉണ്ട്, 2 ഉണ്ട് -2 ഉണ്ട്, രണ്ടിടത്ത് ലിമിറ്റ് കാണാം. നൗ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഈ എ ചൂസ് ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ, ഡിനോമിനേറ്റർ 0 എന്ന പോയിന്റ് എടുക്കുക, ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 -8 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ -4 ആണ്. ദാറ്റ് എക്സ് സ്ക്വയർ -4 ക്യാൻ ബി റിട്ടൺ ആസ് x -2 ഇൻറ്റു x plus 2, and as x tends to denominator tends to 0, so total quantity tends to infinity, equal to infinity. So x is equal to 2 is a vertical asymptote. And what in the ഒരു പോയിന്റ് കൂടെ ഉണ്ടല്ലോ, ഡിനോമിനേറ്റർ 0 ഒന്ന് -2. Now limit x tends to -2 f of x അല്ലേ? that is equal to, നിങ്ങൾ എഴുതണം എങ്ങനെ തന്നെ, that is equal to limit x tends to -2 -8 divided by x -2 into x plus 2.
and as x tends to minus 2 this term becomes 0 denominator, so total quantity tends to infinity. So x is equal to minus 2 is a vertical asymptote. രണ്ട് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് ഉണ്ട്, x is equal to 2 and x is equal to minus 2. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾക്ക് സംശയം തോന്നാം, ഈ ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഇൻഫിനിറ്റി ടെൻഡ് ചെയ്യില്ല എന്നുള്ളത്. അല്ല എന്നുള്ള കേസ് അടുത്ത എക്സാമ്പിൾ കാണാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഓർക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് കാണുന്ന ടെക്നിക്ക് x ടെൻഡ്സ് ഇൻഫിനിറ്റി. വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് കാണാൻ ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ് ലിമിറ്റ് കാണാം. ഇൻഫിനിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അത് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് ആയിരിക്കും. ഓക്കെ അല്ലേ?